പരാതിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. വേറെ പരാതികളില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, പോലീസിൽ പരാതി നൽകാനില്ല, സെറ്റിലായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന രക്ഷാദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പരാതിയില്ല എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റിന് പ്രസക്തിയില്ല. കാരണം ഇന്നലെ മന്ത്രിയുടെ ഭാര്യ തന്നെ കേരള ജനതയോടായി പറഞ്ഞ കാര്യമാണ്, കേരളം കേട്ട കാര്യമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. മന്ത്രിയുടെ സ്റ്റാഫ് ഭാര്യയെ പിടിച്ചതും അതേപോലെ ഫോൺ തട്ടിപ്പറിച്ച് അവിടെ കാണാൻ പാടില്ലാത്ത മോശമായ കാര്യം കണ്ടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. അങ്ങനെ സെറ്റിൽ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത്, സെറ്റിൽ ചെയ്യാനാണെങ്കിൽ ഇവിടെ IPCയും CRPCയും ഭാരതീയ ന്യായ സംഹിതയൊന്നും വേണ്ടല്ലോ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അതിനുശേഷം മാപ്പ് പറയുന്നു. അങ്ങനെയുള്ള ഒരു സമീപനമാണോ എടുക്കേണ്ടത്? ഇവിടെ കൃത്യമായി ഒരു സംഭവം സംഭവിച്ചു, അവിടെ പോലീസ് വന്നു, പക്ഷെ പോലീസ് ഒരു സഹായവും ചെയ്തില്ല. ഈ പ്രശ്നത്തിൽ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴും പോലീസ് തിരിച്ചുപോയി. അവിടെ വന്നപ്പോൾ പിങ്ക് പോലീസും ഇല്ല, പോലീസും ഇല്ല, പിങ്കും ഇല്ല എന്നൊക്കെ തന്നെ മന്ത്രിയുടെ ഭാര്യയാണ് പറഞ്ഞത്. ആ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഒരു ഇമെയിൽ സന്ദേശം വഴി ഇമെയിൽ ലഭിച്ചപ്പോൾ തന്നെ നിയമ നടപടി ആ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി CBI അന്വേഷണമൊക്കെ ഇട്ട പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമീപനം കൈക്കൊള്ളുന്നത്. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ മറ്റൊരു ഇന്നലെയുള്ള മാധ്യമങ്ങൾ നിങ്ങൾ എല്ലാവരും കാണിച്ചൊരു കാര്യമാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ അച്യുതാനന്ദൻ, പിണറായി വിജയൻ. അതിൽ രണ്ടുപേരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നിൽക്കുകയാണ്. ഇതിന് മുൻപ് ഈ സംഭവം നടന്നപ്പോൾ എടുത്ത സമീപനമല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയൻ ഉള്ളത്? മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഉള്ള ഒരു സമീപനമോ ഒരു കേസോ എടുക്കാത്തതെന്നുള്ളത് വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസും മന്ത്രിസഭയും ഒക്കെ സ്ത്രീ പീഡകരെ കുടിയിരുത്തുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇതൊന്നും സഹിക്കേണ്ട, ഇതൊന്നും അംഗീകരിക്കേണ്ട ഗതികേട് കേരളത്തിലെ സ്ത്രീകൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധങ്ങൾ മന്ത്രിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്നത്. ഞാൻ DGPക്ക് പരാതി അയച്ചു കഴിഞ്ഞു. തീർച്ചയായും രാജിയിൽ നിന്നുള്ള ആവശ്യം തന്നെയാണ്, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടത്തെ വലിയ വാചാലകരായി സംസാരിച്ചിരുന്ന ശ്രീമതി ടീച്ചറെയും ശൈലജ ടീച്ചറെയും ഒന്നും കാണുന്നില്ല. മന്ത്രി ബിന്ദു ഇന്നലെ പറഞ്ഞത് എന്താണ്? ഞാൻ കാര്യങ്ങൾ പഠിക്കട്ടെ, പഠിച്ചിട്ട് ഞാൻ ഇതേക്കുറിച്ച് പറയാം. മന്ത്രി ബിന്ദു ഇതുവരെ ഇതൊന്നും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇത്രക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി ഒന്നും ഇനി ഇതങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഒരു സൈലൻസ് അപ്രോച്ച് മുഖ്യമന്ത്രിക്ക് പല വിഷയങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കില്ല, ആക്ഷൻ എടുക്കേണ്ടിടത്ത് ആക്ഷൻ എടുക്കില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്താണ് ശ്രീമതി ബിന്ദു മേനോൻ വിളിച്ച് പരാതി പറഞ്ഞത്. മുഖ്യമന്ത്രി അപ്പോഴേ ഇടപെടണ്ടേ? ഇതുവരെ 4 ദിവസമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല, പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ പരാതി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയാണോ നമുക്ക് വേണ്ടത്? DGPക്ക് നൽകിയ പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് നടന്നത്, എന്താണ് അവിടെ ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ സാഹചര്യങ്ങൾ. മന്ത്രിയുടെ ഭാര്യ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? കാണാൻ പാടില്ലാത്ത മോശമായ കാര്യം കണ്ടു എന്ന് പറയുന്നു. അതിൽ വേറൊരു സ്ത്രീയെ കൂടാതെ വേറൊരു വ്യക്തി പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം വ്യക്തമാക്കണ്ടേ ഒരു മന്ത്രിയെ കുറിച്ചല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാധാരണ ഒരു സിറ്റിസൺ ആണെങ്കിൽ ഇങ്ങനെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമോ? കിട്ടില്ലല്ലോ. നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. ഇവിടെ മന്ത്രി ആയതുകൊണ്ട് മന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നിട്ടിറങ്ങുകയാണ്. എങ്ങനെ ഇത് അംഗീകരിക്കാൻ സാധിക്കും? ഇപ്പം മന്ത്രിസഭാ യോഗം കഴിഞ്ഞിരിക്കുകയാണ്. ഗണേഷ് കുമാറിന് രാജിയില്ല എന്നാണ് അതിലെടുത്തിരിക്കുന്ന തീരുമാനം. കോൺഗ്രസ് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോയി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ, UDFന്റെ ഒക്കെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും, അതിലൊരു സംശയവുമില്ല. ഈ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്നായിരുന്നു
ശ്രീമതി ടീച്ചറുടെയും ശൈലജ ടീച്ചറുടെയും ഒക്കെ ആ തിരക്ക്. ഇപ്പൊ രണ്ടുപേരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? അവര് കാശിക്ക് പോയോ? എവിടെയാണ് CPM-ന്റെ വനിതാ നേതാക്കന്മാരെവിടെ? അവർക്ക് ഇതിലൊന്നും പറയുവാനില്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തത്, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയത്. ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഉയർത്തിയത്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. ഏറ്റവും ആദ്യം നടന്ന കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ മന്ത്രിയുടെ ഭാര്യ തന്നെ നിന്ന് പറയുകയാണ്, കേരളത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. MP അത് അങ്ങനെയാണെങ്കിലും പിന്നീട് ഒരു പരാതിക്കാരിയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ ഉണ്ടായി. ഇവിടെ അവര് വ്യക്തമാക്കി കഴിഞ്ഞു, ഞാൻ ഇനി പരാതിയില്ല, എനിക്ക് പരാതിയില്ല എന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ ലീഗൽ ബാറ്റിലിന്റെ ഒരു സാധ്യത അവിടെ അവസാനിക്കുകയല്ല. അല്ലെങ്കിൽ ലീഗൽ ബാറ്റിലിന്റെ ഒരു സാഹചര്യം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണ് IPC-യോ അല്ലെങ്കിൽ CRPC-യോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംശയം അല്ലെങ്കിൽ പോലീസ് ആക്ട് ഒക്കെ എന്തിനു വേണ്ടിയാണ്? എല്ലാവരും ഒരു കാര്യം നടക്കുന്നു, ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തീരുമോ അങ്ങനെ ഒരു പ്രശ്നം? അവിടെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അറിയേണ്ട ഒരു കാര്യം, അന്വേഷിക്കേണ്ട കാര്യം ഒരു സ്ത്രീ വന്ന് പറഞ്ഞല്ലോ. എന്നെ അതിനെന്താ? അപ്പൊ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞാൽ, ഇനി കേരളത്തിൽ അങ്ങനെയാണോ? എന്തെങ്കിലും തെറ്റ് നടന്നു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് അനങ്ങില്ലേ? പോലീസിന് ഒരു ഇത് 112 വിളിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് അവിടെ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു സഹായവും ചെയ്തില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ മന്ത്രിക്കെതിരെയും ആ പേഴ്സണൽ സ്റ്റാഫിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് DGP-ക്ക് നൽകിയ പരാതിയിൽ. ഇത് എന്തൊരു വെള്ളരിക്ക പട്ടണമാണിത്. ഇവിടെ എന്ത് വേണമെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് മാപ്പ് സിനിമ സ്റ്റൈലിലായതുകൊണ്ട് എന്ത് വേണമെങ്കിലും സിനിമ സ്റ്റൈലിൽ ചെയ്യാലോ. മാപ്പ് പറയുന്നതൊക്കെ വളരെ ഇമോഷണലായി ചെയ്യാം. പക്ഷെ ഒരു സംഭവം നടന്നോ നടന്നില്ലേ, ആ നടന്നതിന്റെ എന്താണ് കാര്യം എന്നുള്ളത് പോലീസ് അന്വേഷിക്കണ്ടേ? DGP അന്വേഷിക്കണ്ടേ? ആഭ്യന്തര വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കണ്ടേ? മുഖ്യമന്ത്രി അതിന് പറയണ്ടേ? സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു വാചാലമായി എല്ലായിടത്തും അവൾക്കൊപ്പം ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊരു കപ്പ് പിടിച്ച് മുഖ്യമന്ത്രി ഇരിക്കുന്നു. അവിടെ ഇങ്ങനെയാണോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് തട്ടി നടക്കാൻ വയ്യ KSRTC ബസ്സും ഹോർഡിങ്സും കൊണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ഭാര്യ ഇന്നലെ പറഞ്ഞ ആ ഒരു ഇമോഷൻ, ആ കാര്യങ്ങൾ, അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് CPM കൈകൊള്ളുന്നതെങ്കിൽ CPI ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പ്രതികരിച്ചത് എന്താണ്? അവരുടെ പ്രതികരണം എന്തായിരുന്നു? CPM ഈ കാര്യത്തിൽ ഒരു അപ്രോച്ച് എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകമായ സമീപനവുമാണത്. അതായത് എല്ലാത്തിനെയും കൂടെ നിസ്സാരവൽക്കരിക്കുക, മിണ്ടാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക. അങ്ങനെയാണ് ഇത് ആലോചിക്കേണ്ട ഒരു കാര്യം. മുഖ്യമന്ത്രിയുടെ വാക്ക് തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇന്നലെ എല്ലാ മീഡിയയും കാണിച്ചാണ്. നാണവും മാനവും ഇല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ പിണറായി വിജയന്റെ വാക്കുകൾ കേരളം ഇപ്പോൾ ഒന്നുകൂടി ഇന്നലെ ഓർമ്മിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതില് മാപ്പ് പറഞ്ഞ് ഇതിനെ ഒന്ന് ഒതുക്കി തീർക്കാനുള്ള ഒരു തരത്തിലുമുള്ള കാര്യവും നടക്കുന്നതല്ല. DGP-ക്ക് ഉൾപ്പെടെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരക്കിട്ടിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അത് CPM പിന്നീട് ആയുധമാക്കുകയും ചെയ്തു. കോൺഗ്രസിന് അത് തിരിച്ചടിയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളോട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കാര്യമായി അതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസ് വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചതാണ്. ആ കാര്യത്തിൽ നിങ്ങൾ അതും മനസ്സിലാക്കണം. എത്ര പെട്ടെന്നാണ് കോൺഗ്രസ് ഇപ്പോഴൊരു മന്ത്രിസഭയിൽ ഈ മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പുറത്താക്കണ്ടേ? ആ നിമിഷം പുറത്താക്കണ്ടേ? എവിടെ പോയി ആവേശം? അത് ഏതെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. ഇത് സ്വന്തം ഭാര്യ തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഏതൊക്കെയോ സമ്മർദ്ദത്തിന്റെ പുറത്ത് പറഞ്ഞത് മാപ്പ് പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്ന പോയിന്റ്, ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്നതല്ല ഈ പറഞ്ഞ വിഷയങ്ങൾ. ഇതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്, ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കേണ്ടതുണ്ട്. മന്ത്രി സ്ഥാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിലെ കുട്ടികൾ എന്ത് കണ്ടു പഠിക്കണം? ഒരു മന്ത്രിയെ കുറിച്ച് മന്ത്രിയുടെ ഭാര്യ പറയുകയാണ്, ഒരിക്കലും കാണാൻ പാടില്ലാത്ത മോശമായ ഒരു കാര്യമാണ് കണ്ടത്.
എന്ന് വരെ പറയുന്നു. മന്ത്രിയുടെ സ്റ്റാഫ് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിയുടെ ഭാര്യയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണോ ഒരു റോൾ മോഡൽസ് ആകേണ്ട ഭരണത്തിൽ ഇരിക്കുന്ന ഭരണകർത്താക്കൾ കേരളത്തോട് തലമുറകളോടൊക്കെ പറയേണ്ടതും കാണിക്കേണ്ടതും ഇതാണോ? ശക്തമായി ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിലുള്ള സെറ്റിൽമെന്റിനും കോംപ്ലിമെന്റ്സ് ആക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട. മുഖ്യമന്ത്രി ഇതിൽ രാജി ആവശ്യപ്പെടണം, പുറത്താക്കണം എന്നുള്ളതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.